രാഹുൽ ഗാന്ധി നടത്തിയ ബോട്ട് ചോറി യാത്ര അദ്ദേഹം തുറന്നടിക്കുന്നത് അദ്ദേഹം നരേന്ദ്രമോദിയെ മലത്തിയടിക്കുമെന്നും നരേന്ദ്രമോദി തലകുനിച്ച് നടക്കേണ്ടി വരുമെന്നുള്ളതാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. പക്ഷെ നമുക്കറിയാം, ഇതുപോലെ തന്നെ പല പ്രസ്താവനകൾ അദ്ദേഹം മുമ്പ് നടത്തിയിട്ടുണ്ട്. സവർക്കറുടെ പേരിൽ നടത്തിയ പ്രസ്താവനകളെ പറ്റിയിട്ട് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി തന്നെ തിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചൌക്കിദാർ ചോർ ഹേ എന്നുള്ള പ്രസ്താവനയും അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ അദ്ദേഹം നടത്തി വരുന്ന പ്രസ്താവനകളെല്ലാം തന്നെ ഇപ്പൊ അരുൺ ജെയ്റ്റ്ലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന അതും വലിയ വിവാദമായിരുന്നു. അതും യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാതെയായിരുന്നു. അപ്പൊ അതേപോലെ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാതെയും ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രസ്താവനയെ നമ്മൾ കണ്ടാൽ മതിയോ? സവർക്കർ വിവാദവും ചൌക്കിദാർ ചോർ ഹെ എന്ന് പറഞ്ഞ പ്രസ്താവനയും രണ്ട് അദ്ദേഹത്തിന്റെ പരാമർശവും മാറ്റി നിർത്തിക്കൊണ്ട് അതിലേക്ക് ഞാൻ വരാം. രാഹുൽ ഗാന്ധി ബീഹാറിൽ ഒരു വോട്ടധികാർ യാത്രയുമായി കടന്നു ചെന്ന് വലിയ ജനങ്ങൾക്കിടയിൽ വലിയ ഒരു സ്വാധീനം സൃഷ്ടിച്ചുകൊണ്ടാണ് ആ യാത്രയ്ക്ക് കഴിഞ്ഞ ദിവസം പരിസമാപ്തി കുറിച്ചത്. രാജ്യത്തിന്റെ ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷ്വൽസ് വരുന്നത് അദ്ദേഹം പണം നൽകിക്കൊണ്ടിട്ടാണ് ആളുകളെ എത്തിക്കുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മണിക്കൂറുകൾ നീണ്ട 1.25 മണിക്കൂറിലധികം നീണ്ട ഒരു വാർത്താ സമ്മേളനം നടത്തി രാജ്യത്ത് ഏത് തരത്തിലാണ് വോട്ട് കൊള്ള നടക്കുന്നത്, വ്യാജ വോട്ട് ചേർക്കുന്നത്, അത് ആർക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇത്ര കൃത്യമായി അനാലിസിസ് നടത്തി രാജ്യത്തെ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തി ആ വാർത്താ സമ്മേളനത്തിലെത്തിയ അവസാന മാധ്യമ പ്രവർത്തകനും തനിക്ക് ചോദിക്കാനുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ലോക്സഭയിലെ ഒരു പ്രതിപക്ഷ നേതാവ് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് രാഹുൽ ഗാന്ധി. അതിനെതിരെ വ്യക്തികളെല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണ്. അതിന്റെ ചുവട് പിടിച്ച് ഈ വ്യാജ വോട്ട് ആരോപണത്തിന്റെ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കാൻ സഞ്ജയ്കുമാറൊക്കെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാണ്. ബീഹാറിലേക്ക് അദ്ദേഹം യാത്രയുമായി കടന്നു വരുന്നത് അദ്ദേഹം മാപ്പ് പറഞ്ഞതല്ല, അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനല്ല. ബിജെപിയുടെ ഏറാൻമൂളികളായ ചില ആളുകൾ ബിജെപിക്ക് വിലക്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെ കുടുംബത്തിൽ പറഞ്ഞ ആൺകുട്ടിയായും പെൺകുട്ടിയായും ജനിച്ച രാഹുലിനെയും പ്രിയങ്കയെയും റാണിയും കരുത്തൊന്നും നിലവിലെ ബിജെപിക്കില്ല. ബിജെപി 1000 കൊല്ലം നേതാക്കന്മാർ ജനിച്ച് ജീവിച്ചാലും 1000 ഗംഗാ നദിയിൽ മുങ്ങിയാലും അതിനുള്ള ത്രാണി ഒരു ബിജെപിക്കാരന് വരാനും പോകുന്നില്ല. രാഹുൽ ഗാന്ധിയെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ അവർക്ക് ചില ഏജൻസികളെ വിലക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ടാവും. പക്ഷേ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിലക്ക് വാങ്ങാൻ, കോൺഗ്രസ് ആദർശത്തെ വിലക്ക് വാങ്ങാനുള്ള ഒരു നേതാവ് ഇന്ത്യയിൽ ജനിച്ചിട്ടില്ല, ബിജെപിയിൽ ജനിച്ചിട്ടില്ല, ജനിക്കാനും പോകുന്നില്ല. ഏറ്റവും കൂടുതൽ ബിജെപിക്ക് എംഎൽഎമാരെയും എംപിമാരെയും അധികാരത്തിന്റെ അപ്പകഷ്ടം കണ്ട് അപ്പകഷ്ടം നുണയാൻ പോകുന്ന 4ാം കിട രാഷ്ട്രീയക്കാരുടെ താവളമല്ല കോൺഗ്രസ് എന്ന് കോൺഗ്രസ് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. കാരണം 1885 ഡിസംബർ മാസം 28-ാം തീയതി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിന്റെ വിശാലമായ 2ാമത്തെ നിലയിൽ കേവലം 72 ആളുകളെയും കൊണ്ട് WC ബാനർജി പ്രസിഡന്റായി, അലൻ ഒക്ടോബിൽ ഹ്യൂമൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥ ജനറൽ സെക്രട്ടറിയായി, സുബ്രഹ്മണ്യ അയ്യർ എന്ന തമിഴ്നാട് സ്വദേശി ട്രഷററായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ലക്ഷ്യം അധികാരമായിരുന്നില്ല. ഇന്നും അധികാരത്തിന് വേണ്ടി കോൺഗ്രസിലേക്ക് കടന്നു വന്ന ആരെങ്കിലും അല്ല ചെരുപ്പ് നക്കി RSSകാരന്റെ ഷൂ നക്കി അപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അവനൊന്നും കോൺഗ്രസുകാരനല്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണം വളരെ കൃത്യമായി അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിക്കും. ബീഹാറിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയ്ക്ക്, അദ്ദേഹം നടത്തിയ വെല്ലുവിളികൾക്ക്, അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വാർത്താ സമ്മേളനം നടത്തി അതിന് മറുപടി കൊടുക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയില്ല. വാരണാസിയിലടക്കം അദ്ദേഹം ജയിച്ചു വന്നത് വ്യാജ വോട്ടിന്റെ ബലത്തിലാണോ എന്ന സംശയം വോട്ടർമാർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗുജറാത്തിൽ അധികാരത്തിൽ വന്നത് വ്യാജ വോട്ടിന്റെ ബലത്തിലാണോ എന്ന് സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കൃത്യമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടുണ്ടെന്ന് പല ആളുകളും പല രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് നരേന്ദ്രമോദി വിഷയത്തിൽ മറുപടി നൽകുന്നില്ല? നരേന്ദ്രമോദിക്ക് മറുപടി പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് കള്ള വോട്ടിലൂടെയാണ്, വ്യാജ വോട്ടിലൂടെയാണെന്ന് പറഞ്ഞ ഞാനല്ല, ഇന്ത്യൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ ശ്രീമാൻ രാഹുൽ ഗാന്ധിയാണ്. അതല്ല, ദീർഘനാൾ 80 വർഷത്തെ പാരമ്പര്യമുള്ള പ്രസ്ഥാനമായിരുന്നല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ന് പല സംസ്ഥാനങ്ങളിലെ നില എന്താണ്? നില എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള നിലയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമ്മൾ നില നോക്കുകയാണെങ്കിൽ തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ,
അതോടൊപ്പം തന്നെ പല സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിൽ ഇന്ന് ICUവിൽ നിന്ന് വെന്റിലേറ്ററിലേക്കാണ് കോൺഗ്രസിന്റെ അവസ്ഥയുള്ളത്. ഇന്ന് ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് ഭരണത്തിലുള്ളത്? അതിന്റെ MLA-മാർക്കോ MP-മാർക്കോ ആ പാർട്ടിയിൽ തുടരുമെന്നോ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ല. ഇന്ന് തുടരെ നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് ഇടുകയും അദ്ദേഹത്തിന് വേണ്ടി രംഗത്തിറങ്ങുകയും ചെയ്യുന്ന വ്യക്തിയുടെ പേര് ശശി തരൂർ എന്നുള്ളതാണ്. ശശി തരൂർ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തെയോ സംഘപരിവാറിന്റെ തീവ്ര ഹൈന്ദവതയോ അല്ല പിന്തുണച്ച് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അയോധ്യ ക്ഷേത്രത്തിലെ ആ ഒരു പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീരാമചന്ദ്ര ഭൂമിക്ക് ജയ് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുകയും അത് ഉറക്കെ നരേന്ദ്രമോദിയുടെ ജനുവരി മാസം തന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഏറ്റവും അധികം രാമഭഗവാൻ ആരാധിക്കുന്ന ഇന്ത്യയുടെ ആത്മാവായിരുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് രാമഭഗവാന്റെ നാമധേയം ഉരുവിട്ട് അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴാണ് നാത്തൂറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന ഹൈന്ദവ ഭീകരവാദി അദ്ദേഹത്തിന്റെ ഇടനെഞ്ചിലേക്ക് വെടിവെച്ചത്. ആ നാത്തൂറാം വിനായക് ഗോഡ്സെയുടെ ആരാധിക്കുന്ന ശ്രീരാമ അല്ല കോൺഗ്രസ് ആരാധിക്കുന്നത്. മര്യാദാ പുരുഷോത്തമനായ എല്ലാവരെയും ഒരേപോലെ കാണാൻ കഴിയുന്ന എല്ലാ വിഷയങ്ങളും സഹിഷ്ണുതയോടുകൂടി നേരിടുന്ന ശ്രീരാമനെ കോൺഗ്രസ് ആരാധിക്കും. കോൺഗ്രസിനകത്ത് ഹൈന്ദവനുണ്ട്, ക്രൈസ്തവനുണ്ട്, മുസൽമാനുണ്ട്, സിഖുകാരനുണ്ട്, ജൈനനുണ്ട്, പാഴ്സിയുണ്ട്, മതമില്ലാത്തവനുണ്ട്, മതമുള്ളവനുണ്ട്, ഇവരെല്ലാം കോൺഗ്രസിലുണ്ട്. പക്ഷെ BJPക്ക് ഏത് തരത്തിനെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരു ന്യൂനപക്ഷ മന്ത്രി, ഒരു മുസ്ലിം സമുദായത്തിൽ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട കേന്ദ്ര സർക്കാരിലുണ്ടോ? കേന്ദ്ര സർക്കാർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പോയിട്ട് കിട്ടാതെ BJP പോയ മുക്താർ അബ്ബാസ് നഖ്വി മുൻമന്ത്രിയായിരുന്നില്ലേ? ഈ കേന്ദ്ര സർക്കാരിനകത്ത് ഒരു മന്ത്രിയുണ്ടോ? BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? അത് നോക്കിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചവരെ നമ്മൾ അറിയേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ പ്രവർത്തിച്ചവർക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? കോൺഗ്രസിൽ പ്രവർത്തിച്ചവർക്കുള്ള ക്രെഡിബിലിറ്റി അവർ ഈ രാജ്യത്തിന് വേണ്ടി ഇന്ന് ഈ പാർട്ടി ഉപേക്ഷിച്ചു BJP-കാരനാണോ? ഈ പാർട്ടി BJP-കാരനാണോ? കോൺഗ്രസിന്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യാനുള്ള നട്ടലും ത്രാണിയുള്ള ഒരു BJP നേതാവ് ഇന്ന് ഇന്ത്യയിലില്ല. കാരണം കോൺഗ്രസ് അതിന്റെ ഗർഭപാത്രത്തിൽ ചുമന്ന് 10 മാസം കൊണ്ടു നടന്ന് വേദനിച്ച് പ്രസവിച്ച കുട്ടിയാണ് ഇന്ത്യ. ആ ഇന്ത്യ ഇന്ന് കാണുന്ന ഇന്ത്യക്ക് ഇത് കോൺഗ്രസ്. അത് മാത്രമല്ല അടിവരയിട്ട് പറയുന്നു വോട്ട് ചോരി അടക്കമുള്ള വിഷയം നരേന്ദ്രമോദിയെ പൂരവും നെന്മാറ വല്ലങ്കിയും കാണാനിരിക്കുന്നതേയുള്ളൂ. അതുകൂടി പുറത്തു വരുമ്പോ നരേന്ദ്രമോദിക്ക് തലയിൽ മുണ്ടിട്ട് തലകുമ്പിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിയാതെ കാടുകളിലേക്ക് ഓടിയൊളിക്കേണ്ട സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ്. ഈ വാക്യങ്ങൾ തന്നെയല്ലേ 2019 പറഞ്ഞു. എന്നിട്ട് എന്തായി? അദ്ദേഹം നരേന്ദ്രമോദി എന്തുമാത്രം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണത്തിന് മറുപടി പറയാൻ തയ്യാറായി ഇന്ത്യൻ പ്രധാനമന്ത്രി. മറുപടി പറഞ്ഞല്ലോ. പ്രധാനമന്ത്രി അല്ലാതെ പിന്നെ മറുപടി പറയാ? ഇലക്ഷൻ കമ്മീഷനിൽ എന്തുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് ഇലക്ഷൻ സമർപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷനോട് സത്യവാങ്മൂലം ഇലക്ഷൻ കമ്മീഷൻ സത്യവാങ്മൂലം ഇന്ന ദിവസം സമർപ്പിക്കുന്ന ഒരു അന്ത്യശാസനം നൽകിയിട്ടില്ല. അല്ല, രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം പ്രവർത്തിപഥത്തിലെ പ്രസ്ഥാനത്തിന്റെ പേരാണ് സുഹൃത്തെ പിന്നെ ഗോഡ്സെയുമായി ബന്ധപ്പെട്ട് ശ്രീമതി ഗാന്ധി, രാജീവ് ഗാന്ധി, പഞ്ചാബിന്റെ മുൻ മുഖ്യമന്ത്രി ബിയാം സിംഗ് ഉൾപ്പെടെയുള്ളവർ ജീവൻ കൊടുത്തത് രാജ്യത്തിന് വേണ്ടിയാ. BJP നേതാവിന് പോയിട്ട് BJP നേതാവ് വീട്ടിലെ ഏതെങ്കിലും ഒരു പൂച്ചക്കുട്ടിക്ക് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? BJPയുടെ സവർക്കർ റിമാർക്കബിൾ സൺ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചതാരാണ്? ഇന്ത്യയുടെ പാർലമെന്റിൽ ആദ്യമായിട്ട് രാജേന്ദ്ര പ്രതാപ് സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി ബില്ല് അവതരിച്ചപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത ആളെ പേരെന്താ? സെല്ലുലാർ ജയിലിൽ അദ്ദേഹത്തെ പോലെ ക്ലാസ് ഡി പ്രിസണർ ആയിട്ടുള്ള കോൺഗ്രസിലെ എന്തുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരന്റെ ഏറാൻ മൂളിയായ സംഘപരിവാറിന്റെ കയ്യിൽ നിന്ന് രാജ്യസ്നേഹവും ദേശസ്നേഹവും പഠിക്കേണ്ട ഗതികേടൊന്നും ഇന്ത്യയിലെ ഒരു കോൺഗ്രസുകാർ എന്ന് വന്നിട്ടില്ല. അടിവരയിട്ട് പറയുന്നു നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് നയങ്ങളെ, നരേന്ദ്രമോദിയുടെ വോട്ടുകളെ, BJPയുടെ തരംതാണ രാഷ്ട്രീയത്തെ വ്യാജ വോട്ടിലൂടെ അധികാരത്തിൽ വന്ന BJPയെ താഴെ ഇറക്കിയിട്ട് രാഹുൽ ഗാന്ധിക്ക് വിശ്രമമുള്ള പോരാട്ടത്തിനകത്ത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉള്ള ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകും. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി കോൺഗ്രസിന്റെ പിന്നിലാണ് നിരക്കും.